ഇന്നത്തെ വീഡിയോ റിവ്യൂ വീഡിയോ അല്ല, പകരം ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഒന്ന്, ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ, ഈ ഒരു ബ്രാൻഡ് കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തത്, ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് ഇത്തരത്തിലുള്ളൊരു ഫീച്ചറായിട്ട് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഇവർ പറഞ്ഞു വരുന്നത് ഹുവാവി പ്യൂറ 90S പ്രോയെ കുറിച്ചും 90S പ്രോ മാക്സിനെ കുറിച്ചാണ്. 90S പ്രോ മാക്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രീസ് ഫസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. അതായത് ഗ്രേഡിയൻ്റ് കളറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളും ഗ്രേഡിയൻ്റ് കളറിലുള്ള ബാക്ക് പാനൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ബാക്ക് പാനലിലല്ല ആ ഒരു പ്രത്യേകത ഉള്ളത്, മറിച്ച് ഇതാ ഈ ഒരു ഫ്രെയിമിലാണ്. ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഫ്രെയിമിൽ ഗ്രേഡിയൻ്റ് കളർ അല്ലെങ്കിൽ മൾട്ടി ടോൺ കളർ യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ഹുവാവി പ്യൂറ 90S പ്രോ മാക്സ് എന്ന് പറയുന്നത്. അതായത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളേഴ്സും ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല വലിയ രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്രീഫായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ക്യാമറയെക്കുറിച്ചൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. സോ ഇത് ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സോ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ റിവ്യൂവിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനലും പേജസും ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. സോ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിൻ്റെയും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഹുവാവി സ്മാർട്ട് ഫോണുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചിലരെങ്കിലും കമന്റിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ 5G അല്ലല്ലോ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് ചോദിക്കുന്നവർക്ക് ഇനി മുതൽ ആ ഒരു കമന്റ് ഇടേണ്ട ആവശ്യം വരില്ല. കാരണം ഈ ഒരു 90S സീരീസിൽ 5G മാത്രമല്ല 5.5G അഥവാ 5G+ സപ്പോർട്ട് ഉണ്ട്. സോ UIയിലുള്ള സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിൽ ഏകദേശം 2000 Mbps മുകളിലാണ് സ്പീഡ് ലഭിച്ചിട്ടുള്ളത്. സോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ബ്രൗസിങ് ഈ ഒരു പ്യൂറ 90S സീരീസിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. എനിവേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. രണ്ടിലും 50 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 200 മെഗാപിക്സലിൻ്റെ 4x ടെലിഫോട്ടോ ലെൻസാണ് 90S പ്രോ മാക്സിലെങ്കിൽ 50 മെഗാപിക്സലിൻ്റെ 4x ടെലിഫോട്ടോ ലെൻസാണ് 90S പ്രോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 40 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് 90S പ്രോ മാക്സിൽ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 12.5 മെഗാപിക്സലിൻ്റെതാണ് അൾട്രാ വൈഡ് ലെൻസ് 90S പ്രോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടിലും സെൽഫി ക്യാമറ വരുന്നത് 13 മെഗാപിക്സലിൽ തന്നെയാണ്. സോ ക്യാമറയെക്കുറിച്ച് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതാണ്. ഒറ്റ വാക്കിൽ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ക്യാമറ എന്നുള്ള രീതിയിൽ തന്നെയാണ്. എസ്പെഷ്യലി ടെലിഫോട്ടോ ലെൻസിലൊക്കെ എടുത്തിരിക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫി ഉണ്ട്, മാക്രോ വീഡിയോഗ്രാഫി ഉണ്ട്, നൈറ്റ് ഫോട്ടോഗ്രാഫി, ഡേലൈറ്റ് പെർഫോമൻസ്, പോർട്രേറ്റ്, അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്താലും കിടിലനായിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു 90S സീരീസിൽ രണ്ടിലും എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നതും കിരിൻ 9030S എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ തന്നെ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടിലും 6000 mAh ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചാർജിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 90S പ്രോ മാക്സിൽ 100 വാട്ടിൻ്റെ ചാർജറാണ് സപ്പോർട്ട് ആയിട്ടുള്ളത്. ബോക്സിനകത്ത് അത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് 90S പ്രോ മാക്സിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. അതായത് മിക്ക വലിയ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണിൽ വയേർഡ് ചാർജിങ് പോലും അത്രത്തോളം വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ഉണ്ട്. ഇനി എസ് പ്രോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 66 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്ങും അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു കുറഞ്ഞ ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് ഈ ഒരു 90S പ്രോയിലും പ്രോ മാക്സിലും എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ സംശയമാണ് ഹുവാവി സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോർ ലഭിക്കില്ല എന്നത്. ശരിയാണ്, ഒഫീഷ്യലായിട്ട് പ്ലേ സ്റ്റോറോ കാര്യങ്ങളൊന്നും ലഭിക്കില്ല. ഇതിൽ വർക്ക് ചെയ്യുന്നത് ഇവരുടെ തന്നെ EMA 16 ഈ ഒരു സ്മാർട്ട് ഫോൺ രണ്ടും വർക്ക് ചെയ്യുന്നത്. പകരം നമുക്കിതിൽ ആപ്പ് ഗാലറി ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടുമിക്ക ആപ്ലിക്കേഷനും നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ആപ്പ് ഗാലറി ഇല്ലാത്ത സാധനം അഥവാ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ തന്നെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആപ്പ് ഗാലറി വഴി നമുക്ക് Gbox എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് Gboxനകത്തായിട്ട് പ്ലേ സ്റ്റോർ ലഭിക്കും. പ്ലേ സ്റ്റോറിൽ നമ്മുടെ ഗൂഗിളിൻ്റെ ID വെച്ച് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ
പ്ലേ സ്റ്റോറിലുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷൻ നമുക്കിതിൽ സപ്പോർട്ട് ആവുന്നതാണ്. നിലവിൽ ഗൂഗിൾ പേ അതുപോലെ തന്നെ വളരെ കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നില്ല. സോ ഹുവാവി ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ വർക്ക് ചെയ്യാത്തത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ്. അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ലാഗിങ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബ്ലോട്ടേഴ്സിൻ്റെ അതുപോലെ തന്നെ ആപ്പ് സെഷൻസും ഗെയിം സെഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോയിൽ 6.6 ഇഞ്ചും പ്രോ മാക്സിൻ്റെ 6.9 ഇഞ്ചിൻ്റെ സൈസാണ് വരുന്നത്. രണ്ടും LTPI പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിലുള്ള MOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. തിന്നായിട്ടുള്ള ബസിലും കാര്യങ്ങളൊക്കെയാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വൈസ് കിഡിലനായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് രണ്ട് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. IP68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോണാണ്. ഇതിന് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അലൂമിനിയമാണ് ബോഡി ഫ്രെയിം വരുന്നത്. അതുപോലെ തന്നെ പിറകിൽ ഗ്ലാസ് മെറ്റീരിയലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 12GB റാമിൽ 256GB 90S Pro വരുന്നതെങ്കിൽ 90S Pro Max വരുന്നത് 12GB റാമിൽ 512GB മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണും അവൈലബിൾ ആകുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. 23ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്റർ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. ഈ സിമ്മും ഇതിൽ സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു പ്യൂറ 90S സീരീസിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 90S Proക്ക് 12GB പ്ലസ് 256GBക്ക് 3219 ഖത്തറിലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 83,000 പ്ലസ് ആണെങ്കിൽ 90S Pro Maxന്റെ പ്രൈസ് വരുന്നത് 12GB പ്ലസ് 512GBക്ക് 3919 ഖത്തറിയാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത്. ജൂലൈ 23 മുതലാണ് ഒഫീഷ്യലായിട്ടുള്ള പ്രീ ഓർഡർ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ 649 ഖത്തറിയാൽ വില വരുന്ന ഹുവാവിയുടെ ഫ്രീ ക്ലിപ്പ് 2 എന്ന് പറയുന്ന കിഡിലനായിട്ടുള്ള ബഡ്സ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി മറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഹുവാവിയുടെ ഒഫീഷ്യൽ സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓഫേഴ്സും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്ത വീഡിയോ ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ റിവ്യൂവിൽ ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കിഡിലനായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ചും ഇതിൻ്റെ 5.5G പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് അതൊക്കെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ റിവ്യൂലായിരിക്കും തീർച്ചയായിട്ടും പറയുന്നുണ്ടാവുക. എനിവേ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുള്ളവർ, ഒരുപക്ഷെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് വീഡിയോ കാണുന്നുള്ളവർ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ്. സോ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.